ഹലോ, ഇന്ന് നമുക്ക് ഇൻട്രാഡേ പഠിക്കാനുള്ള 2 ട്രേഡുകൾ നോക്കിയാലോ. ഇന്നലെ നമ്മൾ 3 ട്രേഡുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം മാത്രമാണ് നമ്മുടെ റേഞ്ചിലേക്ക് വന്നത്. ബാക്കി 2 നമ്മുടെ റേഞ്ചിലേക്ക് വന്നിട്ടില്ലായിരുന്നു. ആ വന്ന ഒരെണ്ണമാണെങ്കിൽ കുറച്ച് ഹൈയിലാണ്, ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് 3 ട്രേഡ് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് നമ്മൾ 2 സ്റ്റോക്കുകളാണ് നോക്കുന്നത്. ആദ്യത്തേത് ശ്രീറാം ഫിനാൻസ് ആണ്. ശ്രീറാം ഫിനാൻസിൻ്റെ ലെവലുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗ്യാപ്പ് അപ്പ് അല്ല, ഈ ഒരു റേഞ്ചിനുള്ളിൽ തന്നെയാണ് വരുന്നത്. അതിനുശേഷം അത് 965 എപ്പോഴെങ്കിലും ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ 965.5 പാസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു 975 വരെയുള്ള മൂവ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം അതെന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതുമായിട്ട്. രണ്ടാമത്തെ സ്റ്റോക്ക് പറയുന്നത് ഹിന്ദുസ്ഥാൻ സിങ്ക് ആണ്. ഹിന്ദുസ്ഥാൻ സിങ്കിൻ്റെ ലെവലുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 521.5 പാസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 526 വരെ പ്രതീക്ഷിക്കാം. അതായത് ഒരു 4.5 രൂപ വരെ നമുക്കൊരു സ്റ്റോക്കിൻ്റെ പുറത്ത് പ്രതീക്ഷിക്കാം. അതിനും മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ തൽക്കാലം നമ്മൾ ആ ഒരു ലിമിറ്റിൽ സ്റ്റോപ്പ് ചെയ്യാം. ഏകദേശം ഒരു 1% താഴെ തന്നെ. ഈ 1% എന്ന് പറയുന്നത് തന്നെ ഡേ ട്രേഡിൽ വലിയൊരു പ്രോഫിറ്റാണ്. അപ്പം നമ്മൾ അതിൽ കൂടുതൽ പ്രതീക്ഷിക്കുക എന്നുള്ളത് ശരിയല്ല. 2 സ്റ്റോക്കുകളാണ്. ഒന്ന് ഹിന്ദുസ്ഥാൻ സിങ്ക് ഒരു 521.5 പാസ് ചെയ്ത് മുകളിലേക്ക് പോകുകയാണെങ്കിലും മേടിക്കാം. രണ്ടാമത്തെ സ്റ്റോക്ക് എന്നുള്ളത് ശ്രീറാം ഫിനാൻസ് ആണ്. ശ്രീറാം ഫിനാൻസിൻ്റെത് 966 പാസ് ചെയ്ത് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം ഇതൊരു ബൈയിങ് സജഷൻ അല്ല, നിങ്ങൾക്ക് നോക്കി പഠിക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഇൻട്രാഡേ പഠിക്കുന്നവർക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 2 ട്രേഡ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാനിപ്പം എന്തായാലും മാർക്കറ്റിന് മുന്നേ ട്രേഡ് പ്ലേസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ട്രിഗർ ഓർഡർ ഇടാൻ പോകുന്നത് ഈ 2 സ്റ്റോക്കുകളിലായിരിക്കും. അതിനുശേഷം പിന്നീട് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി വരുവാണെന്നുണ്ടെങ്കിൽ വേറെ സ്റ്റോക്കുകളിലേക്ക് മാറുന്നതാണ്.